ജൂലൈ 29 ബഥനിയിലെ വിശുദ്ധ മർത്ത. ജെറുസലേമിൽ നിന്നും 3 കിലോമീറ്റർ ദൂരെ ബഥനി എന്ന ഗ്രാമത്തിലാണ് മർത്ത തന്റെ സഹോദരൻ ലാസറിന്റെയും സഹോദരി മേരിയുടെയും കൂടെ വസിച്ചിരുന്നത്. മർത്തായാണ് ഇവർ 3 പേരിലും മൂത്തതെന്ന് പറയപ്പെടുന്നു. മർത്ത ഈശോയെ സ്വീകരിച്ച് സൽക്കരിക്കുന്നതിൽ സർവഥാ വ്യാപൃതയായിരുന്നു. മറിയം അവിടുത്തെ പാദാന്തികത്തിലിരുന്ന് അവിടുത്തെ വചനങ്ങൾ ശ്രവിച്ചുകൊണ്ടിരുന്നു. മർത്ത ഈശോയുടെ അടുത്തു ചെന്ന് ഉണർത്തിച്ചു, കർത്താവേ, പരിചരണത്തിനായി എൻ്റെ സഹോദരി എന്നെ തനിച്ചു വിട്ടിരിക്കുന്നതിനെപ്പറ്റി അങ്ങേക്ക് ഒരു ചിന്തയുമില്ലേ? എന്നെ സഹായിക്കാൻ അവളോട് കൽപ്പിച്ചാലും. കർത്താവ് ഉത്തരമരുളി, മർത്ത, മർത്ത, നീ പല കാര്യങ്ങളെപ്പറ്റി ഉത്കണ്ഠാകുലയായിരിക്കുന്നു. എന്നാൽ അവശ്യകാര്യം ഒന്നു മാത്രമേയുള്ളൂ. മറിയം ആ നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു. അത് അവളിൽ നിന്ന് നീക്കം ചെയ്യപ്പെടുകയില്ല. ലാസറിന്റെ ഉയർപ്പിൽ മർത്ത തന്റെ ഭാഗം വഹിച്ചിട്ടുണ്ട്. ഈശോ വരുന്നെന്ന് കേട്ടപ്പോൾ മർത്ത അവിടുത്തെ സ്വീകരിക്കാനായി ചെന്നു. എന്നാൽ മറിയം വീട്ടിലിരുന്നതേയുള്ളൂ. മർത്ത ഈശോയോട് ആവലാതിപ്പെട്ടു, കർത്താവേ, അങ്ങിവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു. എങ്കിലും അങ്ങ് ചോദിക്കുന്നതെന്തും ദൈവം നൽകുമെന്ന് ഇപ്പോഴെനിക്കറിയാം. ഈശോ അരുളി ചെയ്തു, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ മർത്ത അവിടുത്തോട് പറഞ്ഞു, അന്തിമ നാളിൽ പുനരുദ്ധാന ഘട്ടത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് എനിക്കറിയാം. ഈശോ ലാസറിനെ ഉയർപ്പിച്ച് താൻ ജീവനും പുനരുദ്ധാനവുമാണെന്ന് അവിടുന്ന് വാക്കാലും പ്രവൃത്തിയാലും വിശദമാക്കി. പലസ്തീനായിൽ ക്രിസ്തുമത മർദ്ദനം തുടങ്ങിയപ്പോൾ ലാസറിന്റെ കുടുംബാംഗങ്ങളും മറ്റു ചിലരും ഒരു നൗകയിൽ പ്രൊവിൻസിലേക്ക് പുറപ്പെട്ടു. ലാസറിന്റെ ശവകുടീരം മാർസയിലും മർത്തായുടേത് അവിഞ്ഞോണിലും മേരിയുടേത് സെന്റ് ബോമിലും കാണുന്നു. പ്രാർത്ഥന. യേശുനാഥനെ ശുശ്രൂഷിക്കുന്നതിൽ അതീവ ശ്രദ്ധ ചെലുത്തിയ വിശുദ്ധ മർത്തായെ, ഈ എളിയവരിൽ ഒരുവന് ചെയ്തപ്പോൾ എനിക്കു തന്നെയാണ് ചെയ്തതെന്ന യേശുനാഥന്റെ വചനം ഉൾക്കൊണ്ട് വിവിധങ്ങളായ സേവനം ചെയ്യുന്നവർ കൂടുതൽ ശക്തരാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ.